വിശിഷ്ട അതിഥികളെ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, റിപ്പോർട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ കർത്തവ്യം. ബാക്കി സംസാരിക്കാനുള്ള കാര്യങ്ങളെല്ലാം അതിഥികളെല്ലാം കുറെ സംസാരിച്ചു, ഇനിയും സംസാരിക്കാനുണ്ട്. സംഭവബഹുലമായ ഈ വർഷം ആരംഭിച്ചത് 2024-25 ഏപ്രിൽ മാസം 11-ാം തീയതി വ്യാഴാഴ്ചയായിരുന്നു. 2 മാസത്തെ വെക്കേഷൻ, എല്ലാ വർഷത്തെയും പോലെ 2 മാസത്തെ വെക്കേഷൻ ക്ലാസുകളാണ് ആദ്യം ഉണ്ടായിരുന്നത്. LP വിഭാഗം മുതൽ 9ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഗണിതം, ഇംഗ്ലീഷ്, മലയാളം എന്നീ വിഷയങ്ങളിലെ അടിസ്ഥാന ഭാഗങ്ങൾക്കൊപ്പം പൊതുവിജ്ഞാനവും വെക്കേഷൻ ക്ലാസ്സിൽ പകർന്നു നൽകിയിരുന്നു. +1, +2 ക്ലാസുകൾക്ക് റെഗുലർ ക്ലാസുകൾ അന്ന് തന്നെ ഏപ്രിൽ 11 തന്നെ ആരംഭിച്ചിരുന്നു. +1 വിദ്യാർത്ഥികൾക്ക് ബ്രിഡ്ജ് കോഴ്സുകളും ജൂൺ ആദ്യവാരം ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ വർഷത്തെ SSLC റിസൾട്ടിൽ പരീക്ഷ എഴുതിയ 67 വിദ്യാർത്ഥികളിൽ 20 പേർക്ക് ഫുൾ പ്ലസ് ലഭിക്കുകയുണ്ടായി. നൈഷാന, നിസാം, അക്ഷയ, അലീന, അമൽഷ, അനശ്വര, ലക്ഷ്മി, ശില്പ, ആസിയ, ഫാത്തിമ, മുഹമ്മദ് ജാസിൽ, അവന്തിക, ഐഷ, വിദ്യ, അഞ്ജന, ആതിര, അടൽ, മുർസിന, സുൽത്താന, കൃഷ്ണ, സുധി, ഈ 20 പേരും ഫുൾ പ്ലസ് നേടി പ്രൊവിൻസിന്റെ അഭിമാനമായി മാറിയിരുന്നു. ബീന, സന, ആലിയ, സ്വാതി, കാശി എന്നിവർ 9 A+ നേടുകയുണ്ടായി. പ്രൊവിൻസിന്റെ 14ാമത് വാർഷികമാണ് ഇന്നിവിടെ നടക്കുന്നത്. റോഡരികിലും പ്രൊവിൻസിന്റെ ബാക്ക് വശവും നിൽക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും കൂട്ടമായി നിൽക്കാതെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആ ഇരിപ്പിടങ്ങളിലേക്ക് ദയവേത് വന്നിരിക്കുക. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ദയവേത് അതാത് സ്ഥാനങ്ങളിൽ വന്നിരിക്കുക. ഇഷ്ടംപോലെ ഇരട്ടിക്ക് മുമ്പ് തന്നെ പ്രൊവിൻസിലെ ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി ജൂലൈ അവസാന വാരം പരീക്ഷ എഴുതുകയുണ്ടായി, ഓണപരീക്ഷയ്ക്ക് മുമ്പ്. അതുപോലെ തന്നെ ജൂലൈ അവസാന വാരം മുതൽ ആദ്യ പാദവാർഷിക പരീക്ഷ നടത്തുവാൻ സാധിച്ചു. സെപ്റ്റംബർ 13-14 ദിവസങ്ങളിൽ പ്രൊവിൻസിലെ ഓണാഘോഷം സംഘടിപ്പിക്കാൻ സാധിച്ചു. കുട്ടികളെ 7 ടീമുകളായി എല്ലാ വർഷത്തെയും കൂടെ തിരിച്ചു വേർതിരിച്ച് കായിക മത്സരങ്ങൾ, വടംവലി, അത്തപ്പൂക്കള മത്സരം, ഓണപ്പാട്ട്, മലയാളി മംഗ, മലയാളം മത്സരങ്ങൾ എന്നിവ വളരെ മനോഹരമായി തന്നെ പ്രൊവിൻസ് സംഘടനത്തിൽ നടത്തുവാൻ സാധിച്ചു. പ്രസ്തുത മത്സരത്തിൽ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ ടീം പുളിശ്ശേരി, 9ാം ക്ലാസിന്റെ ടീം പുളിശ്ശേരി ടീം ഓവറോൾ വിജയികളായി മാറുകയുണ്ടായി. സെപ്റ്റംബർ 14-ാം തീയതി പ്രൊവിൻസിലെ മുഴുവൻ അധ്യാപകരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും നിലവിലെ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി വളരെ മനോഹരമായ ഗംഭീരമായ ഒരു ഓണസദ്യയും നടത്താൻ സാധിച്ചു. സദ്യയ്ക്കായുള്ള വിഭവങ്ങളെല്ലാം മുൻ വർഷങ്ങൾ പോലെ തന്നെ വിദ്യാർത്ഥികൾ തന്നെ അവരുടെ ഭവനങ്ങളിൽ തയ്യാറാക്കി കൊണ്ടുവരികയും ചെയ്തു. സെപ്റ്റംബർ മാസത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിലെ PTA മീറ്റിംഗുകളും നടത്താൻ സാധിച്ചു. എല്ലാ ക്ലാസുകളിലെയും PTA മീറ്റിംഗ് നടത്തി എല്ലാ രക്ഷിതാക്കൾക്കും അവരവരുടെ കുട്ടികളുടെ നിലവാരം അറിയിക്കുവാനും സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുന്നോടിയായി, ഓണപരീക്ഷയ്ക്ക് ചെയ്തതുപോലെ തന്നെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുന്നോടിയായി പ്രൊവിൻസിലെ ക്രിസ്മസ് പരീക്ഷയും നടത്തുകയുണ്ടായി, മിഡ് ടേം നടത്തുകയുണ്ടായി. സെക്കൻഡ് മിഡ് ടേം എക്സാമിനേഷൻ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പ് നടത്തുന്ന പരീക്ഷ മിഡ് ടേം എക്സാം, അതുപോലെ തന്നെ ക്രിസ്മസ് എക്സാമും നടത്തുവാൻ സാധിച്ചു. പ്രൊവിൻസിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ UP വിഭാഗത്തിന് 22-നും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് 23-നും നടത്തിയിരുന്നു. 10ാം ക്ലാസ്സിലെയും +2-ലെയും വിദ്യാർത്ഥികൾക്കായുള്ള നൈറ്റ് ക്ലാസുകൾ എല്ലാ വർഷവും നടത്തുന്നത് പോലെ തന്നെ ഓണപരീക്ഷയ്ക്ക് മുമ്പും ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പും ഏകദേശം 1 മാസത്തോളമുള്ള നൈറ്റ് ക്ലാസുകൾ നടത്തുകയുണ്ടായി. SSLC വിദ്യാർത്ഥികൾക്കായുള്ള തീവ്ര പരിശീലന ക്ലാസുകളുടെ ഭാഗമായി 5 സെറ്റുകൾ അടങ്ങുന്ന 33 പരീക്ഷകളും നടത്തുകയുണ്ടായി. യൂണിറ്റ് ടെസ്റ്റുകളായിട്ട് ഓരോ ചാപ്റ്റർ വെച്ചുള്ള പരീക്ഷകൾ നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ സബ്ജക്ട്
ലാംഗ്വേജ് വഴിയുള്ള സബ്ജക്ട് വിഷയങ്ങൾക്ക് 5ഓളം മോഡൽ എക്സാമുകൾ ഇട്ടതിന് ശേഷമാണ് ഞാൻ സ്കൂളിലേക്ക് അയക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഒരു മോഡൽ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ വാർഷികം കഴിഞ്ഞതിന് ശേഷം അടുത്ത മോഡൽ എക്സാം തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങൾക്കും 2 മോഡൽ എക്സാം നമ്മൾ ഇവിടെ എല്ലാ വർഷവും നടത്തുന്നുണ്ട്. സബ്ജക്ട് 5 എണ്ണം നമ്മൾ നടത്താറുണ്ട്, മാത്സ് ഉൾപ്പെടെ. +1 +2 വിദ്യാർത്ഥികൾക്കായിട്ടുള്ള തീവ്ര പരിശീലന ക്ലാസുകളുടെ ഭാഗമായി അവർക്കും ഇതുപോലെ തന്നെ 2 സെറ്റ് അടങ്ങുന്ന യൂണിറ്റ് ടെസ്റ്റുകളും നടത്തുകയുണ്ടായി. ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 1ാം ക്ലാസ് മുതൽ പബ്ലിക്കിലെ 1ാം ക്ലാസ് മുതലുള്ള ക്ലാസുകളാണ് നടന്നു വരുന്നത്. 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഈ വർഷം യൂണിറ്റ് ടെസ്റ്റുകൾ, ചാപ്റ്റർ വൈസ് യൂണിറ്റ് ടെസ്റ്റുകൾ, 10ാം ക്ലാസ്സിലും +2 നടത്തുന്നത് പോലെയുള്ള ചാപ്റ്റർ വൈസ് യൂണിറ്റ് ടെസ്റ്റുകൾ 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കും നടന്നു വരികയാണ്. ഈ പരീക്ഷകളെല്ലാം എഴുതിയതിനു ശേഷം മോഡൽ എക്സാം, സ്കൂളിലെ മോഡൽ എക്സാം എഴുതിയതിനു ശേഷമാണ് ഈ 5 സെറ്റ് മോഡൽ എക്സാമും പബ്ലിക്കിൽ എഴുതി സ്കൂളിലെ ഒരു മോഡൽ എക്സാം എഴുതിയതിനു ശേഷമാണ് അവർ പബ്ലിക് എക്സാമിന് 10ാം ക്ലാസും +2 പോകുന്നത്. അപ്പോഴേക്കും പരീക്ഷാ പേടിയും അതുപോലെ തന്നെ പരീക്ഷയിലുള്ള ഒരു വലിയൊരു അഭാവം അതും എല്ലാം മാറി സന്തോഷത്തോടുകൂടിയാണ് അവർ SSLC +2 പരീക്ഷകൾക്കായി +1 +2 പരീക്ഷകൾക്കായി പോകുന്നത്. ജൂലൈ മാസത്തിൽ പ്രസിദ്ധീകരിച്ച +1 റിസൾട്ടിൽ സയൻസ് വിഭാഗത്തിലെ അക്സ ഫുൾ A+ കരസ്ഥമാക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഒക്ടോബർ 19 UP LP വിഭാഗത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനയാത്ര നടത്തുകയുണ്ടായിരുന്നു, സംഘടിപ്പിച്ചിരുന്നു. 15 അധ്യാപകർക്കൊപ്പം 80 വിദ്യാർത്ഥികൾക്കും ഈ പഠനയാത്രയിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിരുന്നു. പാലരുവി, തെന്മല, പുനലൂർ, തൂക്കുപാലം എന്നിവിടങ്ങളിൽ സന്ദർശിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഒക്ടോബർ 31, നവംബർ 1, 2 തീയതികളിൽ 10ാം ക്ലാസ് +2 വിദ്യാർത്ഥികൾക്കായുള്ള പഠനയാത്രയിൽ സംഘടിപ്പിച്ചു. 6 അധ്യാപകരും ഇതിൽ പങ്കെടുത്തിരുന്നു. മൈസൂർ, കൂർഗ്, വയനാട് എന്നീ സ്ഥലങ്ങളാണ് +1 +2 10 വിദ്യാർത്ഥികൾക്കായുള്ള ടൂർ സംഘടിപ്പിച്ചിരുന്നത്. പവൻ സ്റ്റഡി സെന്റർ 15ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. 11ാം വാർഷികമാണ് നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നത്. അടുത്ത അധ്യയന വർഷത്തെ ക്ലാസുകൾ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഏപ്രിൽ ആദ്യ വാരം തന്നെ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വർഷത്തെ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ലഭിച്ചൊരു ഭാഗ്യമെന്നാൽ ഈ വർഷം നമുക്ക് IT ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതിനായി 2 കമ്പ്യൂട്ടറുകൾ, കുട്ടികൾക്ക് IT എന്ന് പറയുന്ന വിഷയം വളരെ ഭയത്തോടുകൂടിയാണ് അവർ സ്കൂളിൽ ക്ലാസ്സുകളൊന്നും നേരാമണ്ണം കിട്ടിയിട്ടില്ല എന്ന് ഇവിടെ വന്ന് പറഞ്ഞതിന്റെ ഭാഗമായി കുട്ടികൾക്ക് IT ക്ലാസുകൾ ലാബ് സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നു. IT പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് കുട്ടികൾക്കെല്ലാം ലാബ് ക്ലാസ് അറ്റൻഡ് ചെയ്തതിനു ശേഷമാണ് അവർ IT പരീക്ഷയ്ക്ക് പോയത്. അതുപോലെ തന്നെ ഒരു സെപ്പറേറ്റ് IT ലാബ് അടുത്ത വർഷം ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇവരുടെ ക്ലാസുകളിലെല്ലാം വളരെ പഴക്കം ചെയ്തിരിക്കുന്നതിനാൽ അടുത്ത വർഷം ഇതിനെല്ലാം ഒന്ന് പുതുക്കണമെന്ന് ഞങ്ങളുടെ മീറ്റിംഗ് കൂടി തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാ വർഷത്തെയും പോലെ തന്നെ പവൻസിന്റെ ജൈത്രയാത്രയിൽ ഈ വരുന്ന വർഷങ്ങളിൽ എല്ലാ രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ ഈ റിപ്പോർട്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.